അയ്യോ തലയില് മയിൽപീലിയോ? നമ്മൾ എവിടെയോ കണ്ടുപരിചയം. പറന്ന പോലെ കൃഷ്ണനാണോ വന്നേക്കണേ മോഡേൺ വേഷത്തില്? അല്ല, പിന്നെ ഒരു മയിൽപീലി ഉണ്ടോ തലയില്? ലാലേട്ടനാ. ഓ അത് ശരി. എന്റെ പാട്ടിലുള്ള ലാലേട്ടനാ. മോന്റെ പാട്ടിൽ ലാലേട്ടൻ വന്നോ? അല്ല, എപ്പോ? എന്റെ ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടില് പാട്ടിൽ ലാലേട്ടൻ വന്നു. എപ്പോ വരുവോ? അതല്ല, വരും. അതല്ലെന്ന്. അതല്ല, ഞാനിപ്പോ പാടാൻ പോകുന്ന പാട്ടില്ലേ? പാട്ട് അന്നാട്ട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടൻ ഇപ്പൊ വരും. അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടന്റെ ഇപ്പൊ വരും. വേഷമാണ് ഇത്. ലാലേട്ടന്റെ ഡ്രസ്സാണോ ഇത്? ആ സിനിമക്കകത്ത് ലാലേട്ടൻ ഇട്ട ഡ്രസ്സായത്. ലാലേട്ടൻ വെച്ച മയിൽപ്പീലിയാണോ അത്? അല്ല, പിന്നെ പിന്നെ എല്ലാം അല്ല അല്ല എന്ന് പറയുകയും ചെയ്യും. എന്തോ ഇത് തൊഴുകൈ പാട്ടില് അല്ല, തൊഴുകയില് പാട്ടില് അഭിനയിച്ച ലാലേട്ടൻ അതെല്ലാവർക്കും അറിയാം. പുള്ളിയാണ് ഡ്രസ്സാണിത്. അഭിനയിച്ചത്. ഇട്ട ഷർട്ടാണെന്ന്. അതെങ്ങനെയാ ചേർന്ന നിനക്ക്? എവിടുന്ന് കിട്ടി? അന്ന് ലാലേട്ടൻ എത്ര ഉണ്ടായിരുന്നുള്ളോ? ആയിരിക്കും ചിലപ്പോ. ചിലപ്പോ അത്ര പിന്നെ അതേപോലത്തെ പാട്ടാ. അതേപോലത്തെ ഒരു പാട്ടാണ് ഇവ ഇപ്പൊ പാടുന്നത്. അതേതാ പാട്ടിന്റെ പേരെന്തോ? തൊഴുകൈ. അതും പേരത് തന്നെ. നല്ല സിമിലാരിറ്റി. അയ്യോ, ലാലേട്ടന്റെ പോലെയൊക്കെ നടക്കുവോ? അടക്കും. ഈ പാട്ടിലുണ്ടോ? ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഒക്കെ ഉണ്ട്. ലാലേട്ടന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞേ. തൊഴുകൈ. ലാലേട്ടന്റെ സ്റ്റൈൽ എന്ന് അറിഞ്ഞടാ. ഞങ്ങളുടെ മുഖം ഒരു ക്ലോസ് വെച്ച ഇല്ല, കണ്ണടച്ചെന്ന കറക്റ്റാ. പെർഫെക്റ്റ്. പാറു വന്നു കള്ളിയെ പോലെ. എന്ത് ബന്ധം? അതെന്താ പാടിയേ? അല്ല, എന്താണ് അതിന്റെ ബന്ധം? അത് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഏത് പാട്ടാ പാടാൻ പോണേ? അമ്പാടിപ്പയ്യകൾ മെയ്യും. പാറു വന്നു കള്ളിയെ പോലെ. അല്ല, മറ്റേ പാട്ട് എവിടോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. വീട്ടിന്റെ പാർവതി ഉണ്ട്. മന്നിച്ചിടുങ്ക. അതിന്റെ പേരിൽ ഞാൻ സോറി കേട്ടോ മോളെ. ഞാൻ എന്റെ പേരിലും സോറി ചോദിക്കുക. കാരണം അത് വീട്ടിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മോള് വന്നപ്പോഴത്തേക്ക് പാറു വന്നു. അതൊരു കഥയാണ്. പോട്ടെ. മക്കളെ, സുഖമാണല്ലേ? പാട്ടൊക്കെ പഠിച്ചോ? ഏത് പാട്ടാണ്? അമ്പാടിപ്പയ്യകൾ മെയ്യും. വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ എസ് രമേശൻ നായർ ആണോ? എന്ത് വിധി. ഞാനതാ ആലോചിക്കും എന്ത് വിധിയാണെന്ന്. എന്ത് സന്തോഷം. വിദ്യാസാഗർ. ഞാൻ പിന്നെ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഷോട്ട് എടുത്തോണ്ടിരിക്കായിരുന്നു ബീജത്തിലൊക്കെ. MG ഞങ്ങളെ കൊറിയോഗ്രാഫർ ആയിട്ട് മധുങ്ങളെ തന്നെ വെക്കണം കേട്ടോ. അത് തീർച്ചയായും. ചേട്ടാ, ഒരു ഷോ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് സ്റ്റെപ്പുകൾ. ഇപ്പൊ ചെയ്താൽ മതിയോ? എനിക്ക് അത് വേണം. ചേട്ടാ ചെയ്ത സ്റ്റൈലിൽ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല. അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ എന്റെ ഒരു അടുത്തൊരു പടം എടുക്കുന്നുണ്ട്. അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് മധുവിന്റെ ഒരു പാട്ടിൽ ഫുള്ളായിട്ട് മധുവിന്റെ ഒരു ഡാൻസ് ആയിരിക്കും. അതായത് ഗസ്റ്റ് ഇൻട്രഡക്ഷൻ മധുവിന്റെ ഡാൻസ്. അതിനകത്ത് പടം പൊട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. അത് ആ ഡാൻസ് കാരണം ഞാൻ രക്ഷപ്പെടും. എന്ത് രസം കേൾക്കാൻ.